ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ ഇറ്റ് ഇസ് ഇൻ 24 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 21 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു. ലെവൽ 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ദ പ്രീ ഹിസ്റ്ററി പീരിയഡ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ 22 മുതലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 22. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ജസ്റ്റ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്, മറന്നുപോയതാണ്. നമ്മൾ ഇപ്പോൾ ഈ ടിക്ക് ചെയ്തേക്കുന്ന തന്നെ ആൻസറായിട്ട് വരുന്നത്. പക്ഷെ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തെറ്റ് വന്നാലും അത് ശരിയാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില വീഡിയോസിൽ ചെയ്തിട്ടില്ല. ചിലതൊക്കെ നമ്മൾ എന്ത് തന്നെയാലും ഒറിജിനൽ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് വീഡിയോ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രിൻറ്റഡ് ആൻസേഴ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ റീഡ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതിയിലും നമ്മൾ ഒറിജിനൽ ആൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ ചെയ്യുന്ന വീഡിയോയിലൊക്കെയാണ് വെച്ചാൽ ഈ ബുക്കിൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നത്. പിന്നീടൊക്കെ നമ്മൾ ഈ രീതി ഫോളോ ചെയ്യുകയാണ്, കാരണം അതായിരിക്കും കംഫർട്ടബിൾ. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നുവെച്ചാൽ കറക്റ്റ് ആൻസറിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. നമ്മൾ പറയാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ ഈ ടിക്ക് ചെയ്യുന്നത് ടിക്ക് ചെയ്യുന്ന ആൻസറിൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നമ്മളത് ടിക്ക് ചെയ്യും, അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തിരുത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ ക്ലാസ് എടുത്ത് പോകുന്നത്. അതെല്ലാം കൊണ്ടും CCT എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അത്ര നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ദയവേതൊന്ന് മനസ്സിലാക്കാം. എന്തായാലും നമ്മൾ ഒറിജിനൽ ആൻസർ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒറിജിനൽ ആൻസർ നോക്കാതിന് ശേഷം നമുക്ക് 22 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒറിജിനൽ ആൻസർ കാണിക്കും. കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുകയാണ്.
Level 1, the prehistoric period. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അത് അധികം ടൈം എടുക്കുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്തായാലും ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ദയവേത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഒറിജിനൽ ആൻസറാണ് ഉൾപ്പെടുത്തുന്നത്. ഇതാണ് ഒറിജിനൽ ആൻസർ. കുറേ വരുന്നുണ്ട്, നമ്മൾ ഇത്ര വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തായാലും പറയാൻ പറ്റില്ല ഈ വീഡിയോയിൽ. നമ്മൾ ക്യാമറ ഡിഫറെൻ്റ് രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ദയവേത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 22 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 22 മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. 1 ഹാരപ്പൻ 1921. ലിസ്റ്റ് 2 AMG മജുംദാർ. 2 മോഹൻജോദാരോ 1931. B RD ബാനർജി. 3 ചാൻഹുദാരോ 1935. C Gyuri. 4 കോട്ട് DG 1935. D റായ റാം സാഹിനി. D ദയാ റാം സാഹിനി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഹാരപ്പൻ 1921. MG മജുംദാർ. 2 മോഹൻജോദാരോ 1931. B RD ബാനർജി. 3 ചാഹുദാരോ 1935. C Gyuri. 4 കോട്ട് DG 1935. D ദയാ റാം സാഹിനി. കോഡ്സ് A 1D 2B 3A 4C. B 1A 2C 3D 4B. C 1C 2A 3B 4D. D 1B 2D 3C 4A. ആൻസർ A 1 ഹാരപ്പൻ 1921. D ദയാ റാം സാഹിനി. 2 മോഹൻജോദാരോ 1931. B RD ബാനർജി. 3 ചാൻഹുദാരോ 1935. A MG മജുംദാർ. 4 കോഡ് DG 1935. 4 കോഡ് DG 1935. C Gyuri. ആൻസർ A 1 ഹാരപ്പൻ 1921. D ദയാറാം സാഹിനി. 2 മോഹൻജോദാരോ 1931. RD ബാനർജി. 3 ചാൻഹുദാരോ 1935. A MG മജുംദാർ. 4 കോഡ് DG 1935. C Gyuri. The answer is 1D 2B 3A 4C. 23. The goat with 3 heads and horns. The goat with 3 heads and horns, surrounded by animals, represented on a seal from Mohenjo-daro, is said to be A Varuna, B Indra, C Vishnu, D Pashupati. Answer D Pashupati. 24. The Indus Valley civilization was spread over a Indo-Gangetic divide and upper Gangetic plain. B Punjab, Sindh, Gujarat, Rajasthan and Balochistan. C UP, Haryana and neighboring parts of Punjab and Rajasthan. D banks of river Indus, Punjab, Sindh and Balochistan. Answer A Indo-Gangetic divide.
and Upper Gangetic Plain. Answer A. Indo-Gangetic Divide and Upper Gangetic Plain. Answer A. Indo-Gangetic Divide and Upper Gangetic Plain. 25. Which of the following is not correct? A. The plan of the citadel at Harappa is in the form of a parallelogram. B. At Harappa, there are indications of gateways in the north and the south. C. Buildings of the Harappan period were built on high raised platforms. D. Harappans used bitumen extensively in the construction of houses. Answer A. The plan of the citadel at Harappa is in the form of a parallelogram. Answer A. The plan of the citadel at Harappa is in the form of a parallelogram. 26. What was the main difference between the Indus Valley Civilization and Vedic civilization? What was the main difference between the Indus Valley Civilization and Vedic civilization? A. Indus Valley Civilization was urban, whereas the Vedic civilization was rural. A. Indus Valley Civilization was urban, whereas the Vedic civilization was rural. B. Pipal tree was worshipped in Indus Valley Civilization, whereas Bargad tree was worshipped in Vedic civilization. C. The main emphasis in Indus Valley Civilization was on trade, whereas in Vedic age it was on religion. The Indus Valley Civilization believed in non-violence, where Vedic civilization had no hard and fast rules about it. Answer B. Pipal tree was worshipped in Indus Valley Civilization, whereas Bargad tree was worshipped in Vedic civilization. Answer B. Pipal tree was worshipped in Indus Valley Civilization, whereas Bargad tree was worshipped in Vedic civilization. 27. Where do we have a structure that comprises a monumental entrance and a double stairway leading to a raised platform on which is a rare stone sculpture of a seated figure? A. Harappa, B. Lothal, C. Kalibangan, D. Mohenjo-daro. Answer D. Mohenjo-daro. 28. Which of the following animals were domesticated by the Harappans? A. Goat, oxygen, pig, buffalo. B. Oxen, elephant, horse, pig. C. Buffalo, sheep, dog, pig. D. Camel, oxen, buffalo, pig. Answer C. Buffalo, sheep, dog, pig. 29. Indus Valley Civilization is also known as Harappan culture because Indus Valley Civilization is also known as Harappan culture because A. The site of Harappa is 6 times larger than Mohenjo-daro site. B. The Indus Valley Civilization is considered the elementary initial stage of Vedic culture and Harappa is believed to be the same as Harappa mentioned in the Vedas. C. Harappa was the first site to be excavated in the Indus Valley. The most important evidence of the achievements of the civilization have been excavated from Harappa. Answer D. The most important evidence of the achievements of the civilization have been excavated from Harappa. 29. Indus Valley Civilization is also known as Harappan culture because A. The site of Harappa is 6 times larger than Mohenjo-daro site. A. The site of Harappa is 6 times larger than Mohenjo-daro site. B. The Indus Valley civilization is considered the elementary initial stage of Vedic culture and Harappa is believed to be the same as Harappa mentioned in the Vedas. C. Harappa was the first site to be excavated in the Indus Valley. D. The most important evidence of the achievements of this civilization have been excavated from Harappa. D. The most important evidence of the achievements of the civilization have been excavated from Harappa. Answer D. The most important evidence of the achievements of the civilization have been excavated from Harappa. 30.
Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. 1. Male torso, A. Harappa. 2. Red sandstone, B. Mohenjo-daro. 3. Terracotta cart, C. Megargram. Sorry, C. Mehrgar. C. Mehrgar. 4. Copper rhinoceros, D. Daimabad. 1. Male torso, A. Harappa. 2. Red sandstone, B. Mohenjo-daro. 3. Terracotta cart, C. Mehrgar. Mehrgar. 4. Copper rhinoceros, D. Daimabad. Codes A1, A2, B, 3C, 4D. B, 1B, 2A, 3D, 4C. C, 1D, 2C, 3B, 4A. Answer D, 1A, 2B, 3D, 4C. Answer D, 1A, 2B, 3D, 4C. 1. Male torso, A. Harappa. 2. Red sandstone, 2. Red sandstone, B. Mohenjo-daro. 2. Red sandstone, B. Mohenjo-daro. 3. Terracotta cart, D. Daimabad. 4. Copper rhinoceros, C. Mehrgar. 4. Copper rhinoceros, C. Mehrgar. Answer D, 1A, 2B, 3D, 4C. 31. Match list 1 with list 2 and select the correct answer using the codes given below. List 1, list 2. List 1, list 2. 1. Calibangan, 1953. A. D. Sharma, 2. Ropar, 1953. B. R.S. Bist, 3. Lothal, 1954. C. A. Ghosh, 4. Sarkotada, 1964. D. SRIO, 5. Banavali, 1973. E. Jagabadi Johi. E. Jagabadi Johi. Codes A1A, 2C, 3D, 4B, VE. B. 1C, 2A, 3D, 4E, VB. C. 1B, 2D, 3C, 4A, VE. D. 1D, 2B, 3E, 4C, VA. D. 1D, 2B, 3E, 4C, VA. Answer B, 1C, 2A, 3D, 4E, VB. Answer B, 1C, 2A, 3D, 4E, VB. 1. Calibangan, 1953. C. A. Ghosh. 2. Ropar, 1953. A. D. Sharma. 3. Lothal, 1954. D. SRAO. 4. Sarkotada, 1964. E. Jagabadi Johi. B. Banavali, 1973. B. R.S. Bist. 1. Calibangan, 1953. C. A. Ghosh. 2. Ropar, 1953. A. D. Sharma. 3. Lothal, 1954. D. SRAO. 4. Sarkotada, 1964. E. Jagabadi Johi. B. Banavali, 1973. B. R.S. Bist. Answer B, 1C, 2A, 3D, 4E, VB. In 32, match the following. Harappan site, state. A. Calibangan, 1. Punjab. B. Mohenjo-daro, 2. Rajasthan. C. Harappa, 3. Gujarat. D. Sarkotada, 4. Sindh. Codes A, B, C, D. A. 2134. B. 2413. C. 3421. D. 4213. Answer B, 2413. Answer B, 2413.
A. Kalibangan. 2. Rajasthan. B. Mohenjo-daro. A. Kalibangan. 2. Rajasthan. A. Kalibangan. 2. Rajasthan. B. Mohenjo-daro. Sindh. B. Mohenjo-daro. Sindh. C. Harappa. Punjab. C. Harappa. Punjab. D. Sarkottada. Gujarat. 3. Gujarat. D. Sarkottada. 3. Gujarat. D. Sarkottada. 3. Gujarat. Answer B. 2413. Answer B. 2413. A. Kalibangan. 2. Rajasthan. A. Kalibangan. 2. Rajasthan. B. Mohenjo-daro. 4. Sindh. C. Harappa. 1. Punjab. D. Sarkottada. 3. Gujarat. D. Sarkottada. 3. Gujarat. Now the question directions. Question 33-36. Given below are two statements. One labeled as assertion A and other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true and R is the correct explanation of A. B. Both A and R are individually true but R is not a correct explanation of A. C. A is true but R is false. D. A is false but R is true. Directions. Question 33-36. Given below are two statements. One labeled as assertion A and other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true and R is the correct explanation of A. B. Both A and R are individually true but R is not a correct explanation of A. C. A is true but R is false. D. A is false but R is true. 33. Assertion A. Harappan civilization had extensive trade contacts with other contemporary civilizations. Answer B. Reason R. Bronze Age civilizations were sustained by elaborate exchange networks. ആൻസർ ബി ആണ് വരുന്നത്. ആൻസർ ബി. ബോത്ത് എ ആൻഡ് ആർ ആർ ഇൻഡിവിജ്വലി ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. 34. Assertion A. Indus Valley civilization is technically and more correctly known as Harappan culture. Answer C. Reason R. Harappa is the typical site of that civilization. Answer C. Answer C. A is true but R is false. 35. Assertion A. In the ancient period of Assertion A. In the ancient period of Indian history, urbanization was followed by pastoral life. Reason R. The Harappan culture was an urban one. Answer D. A is false but R is true. Answer D. A is false but R is true. 36. Assertion A. The earlier hypothesis that the Indus civilization was merely an extension of the Mesopotamian civilization or that the former was a direct imitation of the later had to be rejected. Reason R. Research over the
past 8 decades has established a clear proof of the long-term indigenous evaluation of the Indus civilization? Answer D. Answer D, A is false but R is true. Answer D, A is false but R is true. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ വേദിക് പീരീഡ്, ദ ആര്യൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ 2500 1800 ബി സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. 22 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ദ വേദിക് പീരീഡ്, ദ ആര്യൻസ്. ദ വേദിക് പീരീഡ്, ദ ആര്യൻസ്. 37. Sutudri mentioned in the Rig Veda is a term used to denote bride. B, the name of a river. C, a plant used in the preparation of sura. D, a sacrificial animal. Answer B, the name of a river. 38. Advaryu mentioned in the Vedic literature was an associate of the Vedic region. B, one of the Ratnins. B, one of the Ratnins. C, a type of chariot. D, a category of sacrificial priest. Answer E, a category of sacrificial priest. 38. Advaryu mentioned in the Vedic literature was an associate of the Vedic region. B, one of the Ratnins. C, a type of chariot. D, a category of sacrificial priest. Answer D, a category of sacrificial priest. 39. Aranyani, goddesses of the forest, is first mentioned in the Aranyani, goddesses of the forest, is first mentioned in the A, Rik Samhita. B, Atharva Veda. C, Aranyakya texts. D, Upanishadic text. Answer A, Rig Samhita. Answer A, Rig Samhita. 39. Aryani, goddesses of the forest, is first mentioned in the A, Rig Samhita. B, Atharva Veda. C, Aranekya texts. D, Upanishadic text. Answer A, Rig Samhita. Answer A, Rig Samhita. 40. Rigvedic people invoked Indra for A, acquisition of knowledge. B, a life after death. C, release from the cycle of births and deaths. D, material comforts and victory. Answer D, material comforts and victory. 41. The group which figures prominently in the context of cattle aids in the Rigveda was that of the A, Melchiasus. A, Melchiasus. B, Dasas and Dasyus. C, Panis. D, Nishadas. Answer C, Panis. 41. The group of which figures prominently in the context of cattle aids in the Rigveda was that of the A, Melchiasus. A, Melchiasus. A, Melchiasus. A, Melchiasus. B, Dasas and Dasyus. C, Panis. D, Nishadas. Answer C, Panis. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആൻസറിൽ തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. എ എന്നുള്ളത് 41 എ എന്നുള്ളൊരു പ്രത്യേക വേർഡ്സാണ്. നമ്മൾ പറ്റുന്ന രീതിയിൽ വായിച്ചിട്ടുണ്ട്. തെറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്ത നോക്കാം. 42.
Which of the following are reasons for the identification of life reflected in the later Vedic texts with the painted graveware culture? A. Material culture of the two correspondents. B. Geographical distribution of the two correspondents. C. Chronological span of the two corresponds. D. Both evolved locally. Select the correct answer from the codes given below. A, B and C. B, A, B and D. C, A, C and D. D, B, C and D. Answer C, A, C and D. Answer C, A, C and D. A. Material culture of the two correspondents. C. Chronological span of the two correspondents. D. Both evolved locally. 43. Which of the following characterized the later Vedic period? A. Extensive burning of forests. B. Manufacture of iron artifacts. C. Knowledge of seasons. D. Large scale irrigation. Choose the correct answer from the codes given below. A, B and C. B, A, B and D. C, A, C and D. D, B, C and D. Answer A, B and C. Answer A, B and C. A. Extensive burning of forests. B. Manufacture of iron artifacts. C. Knowledge of seasons. 44. Which of the following statements regarding the hymens of the Rig Veda are correct? A. They refer to the Himayand and the Mujavand. A. They refer to the Himayand and the Mujavand. B. They mention geographical terms like Aryavarta and Dakshinatia. Dakshinatia. See, most rivers mentioned in them flow in areas west of the Yamuna and Ganga. D. They mention the ruling families of the Kurus, Pankyas, and the uh, Lakshvakus. 44. Which of the following statements regarding the hymens of the Rig Veda are correct? A. They refer to the Himayant and the Mujavand. B. They mention geographical terms like Aryavarta and Dakshinatya. C. Most rivers mentioned in them flow in areas west of the Yamuna and Ganga. D. They mention the ruling families of the Kurus, Pankyas, and the Lakshvakus. A. They refer to the Himayand and the Mujavand. B. They mention geographical terms like Aryavarta and Dakshinatya. C. Most rivers mentioned in them flow in areas west of the Yamuna and Ganga. D. They mention the ruling families of the Kurus, Pankyas, and the Lakshvakus. D. They mention the ruling families of the Kurus, Pankyas, and the Lakshvakus. Select the correct answer from the codes given below. A and B, B and C, C, B, C and D, D, A, B, C and D. Answer C, B, C and D. Answer C, B, C and D. B. They mention geographical terms like Aryavarta and Dakshinatya. B. They mention geographical terms like Aryavarta and Dakshinatya. C. Most rivers mentioned in them flow in areas west of the Yamuna and Ganga. D. They mention the ruling families of the Kurus, Pankyas, and the Lakshvakus. D. They mention the ruling families of the Kurus,
pancreas, and the Lexvacus. Answer C, B, C, and D. 45. Which one of the following is true regarding apad dharma mentioned in the Smritis? A. It means dereliction of duty. A. It means dereliction of duty. B. It was permitted only in the Kshatriyas. C. It means special sacrifices done by Brahmanas for kings. D. It meant duties permitted to different varnas at times of distresses. D. It meant duties permitted to different varnas at times of distresses. Answer D. It meant duties permitted to different varnas at times of distresses. 45. Which one of the following is true regarding apart dharma mentioned in the Smritis? A. It means dereliction of duty. B. It was permitted only in the Kshatriyas. C. It means special sacrifices done by Brahmanas for kings. D. It means duties permitted to different varnas at times of distresses. Answer D. It means duties permitted to different varnas at times of distresses. 46. Bogaskoi. Bogaskoi is important because Bogaskoi is important because Bogaskoi is important because A. Inscriptions found here mention the names of Vedic gods and goddesses. B. It is known as a significant trading center between Central Asia and Tibet. C. The original text of the Vedas was composed there. D. None of this. Answer uh, A. Inscriptions found here mention the names of Vedic gods and goddesses. 47. Consider the following statements about the Rigvedic age. A. There was no Parda system. A. There was no Parda system. B. Women often performed sati. C. Girls were given in marriage only after puberty. D. Girls sometimes had on their own chosen their husbands. Of this, A and B only are true. B and C only are true. C. A, B and C are true. D. A, C and D are true. Answer D. A, C and D are true. D are true. Answer D. A, C and D are true. Answer D. A, C and D are true. A. There was no Parda system. C. Girls were given in marriage only after puberty. D. Girls sometimes had on their own chosen their husbands. Answer D. A, C and D are true. A. There was no Parda system. C. Girls were given in marriage only after puberty. D. Girls sometimes had on their own chosen their husbands. 48. Which of the following statements is not correct? A. The Rigvedic people worshipped nature. A. The Rigvedic people worshipped nature. B. The Rigvedic Aryans were by and large urban people. C. The Rigvedic family comprised parents and other kith and kin part from husband and wife. D. The Rigvedic women were highly respected and that most of the religious ceremonies were considered incomplete unless wives joined their husbands. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇൻകംപ്ലീറ്റ് അൺലെസ്സസ് വൈവ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വൈവ്സ് എന്നാണ്. ദയവേതൊന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു കാര്യമാണ്, ജസ്റ്റ് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. 48. Which of the following statements is not correct? A.
The Rigvedic people worshipped nature. B. The Rigvedic Aryans were by and large urban people. C. The Rigvedic family comprised parents and other kith and kin part from husband and wife. D. The Rigvedic women were highly respected and that most of the religious ceremonies were considered incomplete unless wives joined their husbands. Answer C. The Rigvedic family comprised parents and other kith and kin part from husband and wife. 49. Let those whose deity is the phallus not penetrate our sanctuary. The statement is recorded in which mandala of the Rigveda? Let those whose deity is the phallus not penetrate our sanctuary. This statement is recorded in which mandala of the Rigveda? Let those whose deity is the phallus not penetrate our sanctuary. This statement is recorded in which mandala of the Rigveda? A. Mandala 10, B. Mandala 7, C. Mandala 1, D. Mandala 5. Answer D. Mandala 5. Answer D. Mandala 5. Answer D. Mandala 5. 50. Um, Manmoul Bahrain, written by Dara Shikong, is a translation of the Manmoul Bahrain, written by Dara Shikong, is a translation of the Manmoul Bahrain, written by Dara Shikong, is a translation of the A. Rigveda, B. Smritis, C. Upanishads, D. Mahabharata. Answer B. Smritis. Manmoul Bahrain, written by Dara Shikong, is a translation of the A. Rigveda, B. Smritis, C. Upanishads, D. Mahabharata. Answer B. Smritis. In 51. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. List 1 later Vedic kingdoms. List 2 rulers. 1 Gandhara, B. Ashwabadi, 2 Kekya, B. Ayupamanyava, 3 Kamboja, C. Bhima, 4 Vidarbha, D. Naganajit, 5 Nishada, E. Nala. 1 Gandhara, A. Ashwabadi, 1 Gandhara, A. Ashwabadi, 2 Kekaya, B. Ayupamanyava, B. Ayupamanyava, 3 Kamboja, C. Bhima, 4 Vidarbha, D. Naganajit, 5 Nishada, E. Nala. Codes A1A, 2B, 3C, 4D, VE, B1C, 2E, 3A, 4D, 5B, C1B, 2D, 3C, 4E, VA, D1D, 2A, 3B, 4C, VE. Answer A1A, 2B, 3C, 4D, 5E. Answer A1A, 2B, 3C, 4D, 5E. Answer A1 Gandhara, A. Ashwabadi, 2 Kekaya, B. Ayupamanyava, 2 Kekaya, B. Ayupamanyava, 3 Kamboja, C. Bhima, 4 Vidarbha, D. Naganajit.
4 Vidarbha, D. Nagnajit, 5 Nishada, E. Nala. Answer A 1A 2B 3 C 4D VE. 1 Gandhara, A. Ashwabadi, 2 Kekaya, B. Ayupamaniava, B. Ayupamaniava, 3 Kamboja, C. Bhima, 4 Vidarbha, D. Nagnajit, 5 Nishada, E. Nala. In 52, which one of the following statements about Upanishads is not correct? A. Brihadarnayak, Brihadarnayak and Chandogya Upanishads are in prose. B. Keda Upanishad is one of the earliest Upanishads. C. Upanishads proclaim salvation by knowledge rather than by faith. D. Upanishads do not consider a life of asceticism as absolutely necessary for salvation. D. Upanishads do not consider a life of asceticism as absolutely necessary for salvation. Answer B. Kada Upanishads is one of the earliest Upanishads. Answer B. Kada Upanishads is one of the earliest